نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗപൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നമ്മെ ഓരോരുത്തരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ അയവിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിൽ സൂചിപ്പിച്ച ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. ആരായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം? അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ എന്തായിരുന്നു? ഏതൊരു സന്ദേശത്തിലേക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ക്ഷണിച്ചത്, ആളുകളെ വിളിച്ചത്? അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സിഫാത്തുകൾ, വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഈ ലോകത്ത് പ്രതിനിധാനം ചെയ്ത മില്ലത്ത് എന്തായിരുന്നു? നമ്മൾ പിന്തുടരേണ്ടുന്ന അദ്ദേഹം ഈ ലോകത്ത് വിട്ടേച്ചു പോയിട്ടുള്ള മാതൃകകൾ, കർമ്മങ്ങൾ എന്തായിരുന്നു? അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയല്ലേ.
വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞു തരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. പടച്ചവനെ, എങ്ങനെയാണ് നീ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുക? ഈ ചോദ്യം ചോദിച്ചപ്പോ അള്ളാഹ് തിരിച്ചു ചോദിച്ചെന്തറിയോ? അവലം തുഅ്മിൻ. എന്ത് ചോദ്യ ഇബ്രാഹിം ചോദിക്കുന്നത്? നിനക്ക് ഈമാൻ ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട് റബ്ബേ, പല വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഞാൻ ഈ ആദർശവുമായി ജനമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോ എന്നെ സഹായിക്കാൻ എനിക്ക് മക്കളില്ല, എന്റെ മാതാപിതാക്കൾ കൂടെയില്ല, ലോകത്തൊരു മനുഷ്യനും എന്നെ സഹായിക്കാനില്ല, തുണക്കാനില്ല. പിന്നെ ആകെ ഉൾക്കരുത്തെന്ന് പറയുന്നത്, എല്ലാം എന്റെ ശക്തി എന്ന് പറയുന്നത് നിന്നിലുള്ള വിശ്വാസം മാത്രമാണ്. ലിയത്മഇന്ന ഖൽബി. അതിനെനിക്കൊരു ബലം കിട്ടണ്ടേ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പം ശ്രമകരമായ ഒരു ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. പക്ഷികളെ വളർത്തുക, എന്നിട്ട് നല്ല ഇണക്കം ഉണ്ടാക്കുക, എന്നിട്ട് അതേപോലെ അറുത്ത് മാംസങ്ങളെ കൂട്ടിക്കിഴച്ച് കാണുന്ന 4 മലകൾ പറഞ്ഞു കൊടുത്ത് ആ പർവ്വത ശിഖരങ്ങളിൽ മാംസങ്ങൾ അല്പാൽപ്പം കൊണ്ടുപോയി വെക്കുക. ഒന്ന് വിളിച്ചു നോക്കിയേ, നിന്റെ അടുക്കിലേക്ക് അവ പാറി വരും. സഹോദരങ്ങളെ, അത് കണ്ട് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിനൊരു സംശയം ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ വിശേഷണം ഏതറിയാം? ഹനീഫ് എന്ന വാക്കാണ്. വകാന ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഹനീഫായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാല് നമ്മൾ അർത്ഥം പറയും ഋജുമാനസ്കൻ, വക്രതയില്ലാത്തവൻ, വളവില്ലാത്തവൻ എന്നൊക്കെയാണ്. വിശുദ്ധ ഖുർആനില് ആകെ 10 പ്രാവശ്യമാണ് ഈ വാക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ 10 എണ്ണത്തിൽ 7 എണ്ണവും ഇദ്ദേഹത്തിന്റെ വിശേഷണമായി അള്ളാഹു എടുത്തു പറയുക. എന്താണ് അതിന് കാരണം? കാരണമുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റൊരു വലിയൊരു അനുഭവമുണ്ട്. എല്ലാ ആളുകളും തന്നെ കരിച്ചു കളയാനുള്ള ആവേശത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടില് ഉത്സവങ്ങള്, കല്യാണങ്ങൾ ഉണ്ടാവുമ്പോ പൂരം എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. എറണാകുളത്തുകാർക്ക് പരിചയമുണ്ടോന്ന് എനിക്കറിയില്ല. ഈ ഭയങ്കര ബഹളായിരിക്കും. അങ്ങനത്തെ ഒരു ഉത്സവ പ്രതീതിയുള്ള നാളിൽ ബഹളമയമായ അന്തരീക്ഷത്തിൽ ഒരാളെ മാത്രം ബന്ധിച്ചു നിർത്തിയിട്ടുണ്ട്, കെട്ടിയിടുകയാണ് ഒരു തൂണില്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ മുമ്പിൽ അഗ്നികുണ്ഡം, ഒരു വലിയ തീക്കുണ്ടാരം ആളിക്കത്തുകയാണ്. അതിലെ ആ തീയിന്റെ ചൂടിന്റെ ഭീകരത കൊണ്ട് ഒരാൾക്ക് പോലും അതിനടുത്തേക്ക് പോലും എത്താൻ കഴിയില്ല. അത്ര ഭീകരതയുള്ള ചൂടാണ്, ആളിക്കത്തുകയാണ്. അങ്ങനെ നമ്രൂദിന്റെ ഉത്തരവ് കിട്ടിയാൽ ഏത് സമയത്തും ഇദ്ദേഹം തീയില, ഉറപ്പാ. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. നമുക്ക് അവിടെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്, അത് പറഞ്ഞുതരാനാണ് ഞാനിത് പറഞ്ഞത്. അദ്ദേഹം പതറിയോ? ഇല്ലല്ലോ. ഒരാള് മാത്രം. ഉപ്പ കൂടി അങ്ങനെ. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, അപ്പാന്റെ ഒക്കെ സ്വഭാവം ഉള്ളതെന്ന് പറഞ്ഞാല് എന്റെ കണ്ണിൽ നിന്നെ കാണണ്ട, കണ്ട ഞാൻ നിന്നെ എറിഞ്ഞു കൊല്ലുന്നാണ്. അങ്ങനത്തെ ഉപ്പയാണ്. കുടുംബം എങ്ങനെയാ, നാട്ടുകാരെങ്ങനെയാ. അദ്ദേഹം പതറാതെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബിയല്ലാ. നിങ്ങൾ എഴുതി വെക്കണം, മനസ്സിൽ പറയണോട്ടാ. ഹസ്ബിയല്ലാ വനിഅമൽ മൗല വനിഅമൻ നസീർ. എനിക്കെന്റെ റബ്ബ് മതി, എന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ എന്റെ സഹായിയായി, എന്റെ രക്ഷകനായി എന്റെ റബ്ബ് എത്രയോ മനോഹരനാണ്, എത്രയോ മഹനീയനാണ്. 40 ദിവസം അദ്ദേഹത്തെ ഈ അഗ്നിയിലിട്ട് കത്തിക്കുക. 41ാമത്തെ ദിവസം തീ അണച്ച് കെടുത്തിയിട്ട് വല്ലതും ബാക്കിയുണ്ടോന്നാ നോക്കുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യന് ഒരു പോറലുമില്ലാതെ എഴുന്നേറ്റ് ഇങ്ങനെ വരിക. സഹോദരങ്ങളെ, കഥ നീട്ടി പറയാൻ നേരമില്ല കേട്ടോ. തന്റെ ജീവിതത്തിൽ ഇത്ര സൗകര്യമുള്ള, ഇത്ര സുഖങ്ങൾ കിട്ടിയ മറ്റൊരു സമയം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്
മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞതെന്തറിയോ? ജിബ്രീൽ വന്നിട്ട് ചോദിക്കാണ്, എന്ത് സഹായം അങ്ങക്ക് വേണ്ടെന്നാ. അദ്ദേഹം പറഞ്ഞ മറുപടിയാ ഞാൻ ഓതി വെച്ചത്. ഞാൻ എന്ത് സഹായം, എനിക്ക് എന്ത് സഹായം വേണമെന്നുള്ളത് ഞാനല്ലല്ലോ പറയേണ്ടത്, അത് ആരും ഏൽപ്പിച്ചിട്ടില്ല. ഹസ്ബിയല്ലാ, എന്റെ റബ്ബിന് അറിയും എന്നുള്ളതാ. സഹോദരങ്ങളെ, ആ തീയിനോട് പറഞ്ഞത് ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ചൂടുണ്ടാവരുത് എന്നല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ളതായി നീ മാറണമെന്നാണ്. എന്താണ് വേണ്ടത് അതായി നീ മാറണം എന്നുള്ളതാ. സഹോദരങ്ങളെ, ആ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് ഈ മഹത്വം എങ്ങനെ കിട്ടി? എഴുതി വെക്കൊന്നുകൂടി, ഹസ്ബിയല്ലാഹ് ഫനിഅമൽ മൗല വനിഅമൻ നസീർ. ഒരു വിശ്വാസിയെ സഹായിക്കാൻ അള്ളാഹ് തീരുമാനിച്ചാല് അള്ളാഹ്ക്ക് വലിയ പട്ടാളൊന്നും വേണ്ടല്ലോ, പടച്ചോനൊരു സഹായം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ മലയിൽ ഇരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ നബിയോട് ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ ഇവരെങ്ങാനും കണ്ടാലോ? അതിന് അള്ളാഹു കൊടുത്തൊരു മറുപടി എന്തറിയോ? നമുക്കറിയില്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. തുടർന്ന് അള്ളാഹ് പറഞ്ഞത് വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നമ്മുടെ കൂടെ ഒരു അൺസീനായ ഒരു ആർമി ഉണ്ട്. മുഅ്മിനുകളെ, എഴുതി വെക്കുക, നമ്മൾ ഒറ്റക്കല്ല. നമ്മുടെ കൂടെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് വായിച്ചെടുക്കാൻ കഴിയാത്ത, കാണാത്ത ഒരു ശക്തിയെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് വ്യത്യസ്തമായ വഴികളുണ്ട്. നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ, മാർഗങ്ങളിലൂടെ അള്ളാഹു നമ്മളെ സഹായിക്കും. ഈ ഒരു ആത്മവിശ്വാസം അത് നമ്മുടെ മനസ്സിന് വല്ലാത്ത കരുത്തായി മാറണം. അത് കുറഞ്ഞു പോയത് കൊണ്ടുവന്ന് അറിഞ്ഞൂടാ. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത മുൻ ഒരു DGP പറഞ്ഞൊരു വാക്കുണ്ട്. ആധുനിക മുസ്ലിമീങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങള്, അവർക്ക് അറിയാതെ പോയൊരു വചനമാണോ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നത് എന്നാണ്. അവരാ ചോദിക്കുന്നത്, നമ്മൾ മറന്നുപോയോ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിത് ഇപ്പൊ ഉണർത്തിയത് എന്തിനാന്ന് ചോദിച്ചാൽ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഹസ്ബിയല്ലാഹ് വനിഅമൽ മൗല വനിഅമൻ നസീർ എന്നത് നമ്മൾ നമ്മുടെ കൽബിൽ ഇപ്പൊ എഴുതണം. വളരെ അപകടകരമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ രാജ്യവും നമ്മളൊക്കെ കടന്നു പോണത്. ഞാൻ രാജ്യം എന്ന് സൂചിപ്പിച്ചത് മറ്റൊന്നും നിലക്കല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്ന നാട് ഇന്ന് ലോകത്ത് മറ്റൊന്നല്ല, നമ്മുടെ നാടാണ്. കണക്കുകൾ അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. അതിന് പല നിമിത്തങ്ങൾ ഉണ്ടാകാം. എന്നാലും നമ്മൾ ആലോചിക്കണം, അറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാം നേരിട്ട ഒരു അനുഭവത്തെക്കാളും വലിയൊരു അനുഭവം ഒന്നും അല്ലല്ലോ. ഏത് പ്രതിസന്ധികളിലും നമ്മൾ പറയേണ്ട വാക്കാണത് ഹസ്ബിയല്ലാ എന്നുള്ളത്. ഉറക്കു വരാതെ, മയക്കം ബാധിക്കാതെ മനസ്സിലെഴുതുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ തവക്കുല് ഏതെങ്കിലും ബാലറ്റ് ബോക്സുകളിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലല്ല. അതെന്തോ ആവട്ടെ, അത് വരാണ്ടിരിക്കാം. നമ്മൾ പറയേണ്ട വാക്കേതാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഹസ്ബിയല്ലാഹ്. ഇത് എഴുതണം സഹോദരങ്ങളെ. വാൾത്തലപ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ് ഒരു ശത്രു. അങ്ങനെ റസൂലുള്ള ഉറങ്ങങ്ങൾ ഈ കഥ കേട്ടിരിക്കുമല്ലോ. റസൂലിന്റെ വാള് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൽ, മുള്ളുള്ള ഒരു മരത്തിൽ കൊളുത്തി വെച്ചുകൊണ്ട് റസൂലുള്ള ഒന്ന് മയങ്ങിപ്പോയി. ശത്രു വേഗം വന്ന് ഈ വാളെടുത്തിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് ഇന്നി അഖ്തുലു മൻ യംനഉക മിന്നി. മുഹമ്മദേ, നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാളിങ്ങനെ എടുത്തിട്ടാ വെക്കണം, കഴുത്തിലാ വാളുള്ളത്. ഞാൻ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുക. മൻ യംനഉക മിന്നി, എന്നെ ആരാ തടയാന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സിമ്പിളായി പറഞ്ഞു, അല്ലാഹ്. വാക്ക് ശ്രദ്ധിക്കണേ, അല്ലാഹ് എന്ന് പറഞ്ഞു. ഇയാളെ കയ്യെന്ന് വാളങ്ങ് വീണു. റസൂലുള്ളാഹി വാളെടുത്തു, തിരിച്ചു ചോദിച്ചു അതേപോലെ, ഞാൻ നിന്നെ ശരിയാക്കാൻ നിൽക്കാണ്, ആരാ തടയാന്ന് ചോദിച്ചു. ഇയാള് കിണപേക്ഷിച്ചിട്ട് ചരിത്രം പറയുന്നുണ്ട് കേട്ടോ. ഇയാൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വരിക, മാപ്പൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരികയാണ്. റസൂലിനോട് പറയുന്നുണ്ട്, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പേര് കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിൽ സ്വല്ലല്ലാഹ് ചെല്ലണം കേട്ടോ, അല്ലാത്തും പിഷ്കനാണ്, ലഅനത്തുണ്ടാകുന്ന. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിന്നിൽ ഞാൻ വിശ്വസിക്കൂല. ആദ്യം പറഞ്ഞ വാക്കതാ. പക്ഷേ
എന്റെ നാട്ടിൽ ഞാൻ ചെന്നിട്ട് നിനക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവൂല കേട്ടോ. ഞാൻ അവരോട് പറയും, ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് എന്ന് ഞാൻ അവരോട് പറയും. വിശ്വസിക്കാനൊന്നും ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവുക. ഞാൻ പറഞ്ഞെന്തറിയോ, അല്ലാ എന്ന വാക്കുണ്ടല്ലോ, അല്ലാ ആരാ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. വളരെ ചെറിയ ഒരു വാക്കാണ്, വളരെ ചെറിയ വചനമാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പറഞ്ഞാൽ, അല്ലെ? അള്ളാഹു പതിസ്ഥാനത്തിരിക്കുന്നവനാണ്. ഞാൻ ആ വാക്കിന് ബയാൻ തരികയല്ല, പക്ഷെ അത് പറയുന്നത് സൂറത്തുൽ ഫജ്റിൽ എവിടെ അറിയോ? ഫിർഔനിനെ, സമൂദിനെ, അതേപോലെയുള്ള ഗോത്രങ്ങളെ മുഴുവനും വിശദീകരിച്ചു വന്നുകൊണ്ട് ആദിനെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു തരികയാണ്, ആ ഫിർഔനിനേക്കാളും വലിയ ഒരു പടച്ചവൻ ഈ ലോകത്തില്ല കേട്ടോ. ഉറപ്പല്ലേ? അതിനേക്കാളും വലിയ പടച്ചവനെ കാണാൻ കഴിയൂല. പക്ഷെ ആ പടച്ചവൻ ഫിർഔനിനെ ചെയ്തത് എന്തറിയാമോ? രാജസിംഹാസനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കടൽ തിരയിലെ വെള്ളത്തിലിട്ട് മുക്കിക്കൊന്നവനാണ് പടച്ചോ എന്ന് പറയുന്നത്. അങ്ങനെ മരിക്കാനാണ് അവന് വിധി. ആ പാഠം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഞാനിതിപ്പം പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ആശ്വാസം കൂടി കിട്ടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞിട്ടൊരു പടച്ചോൻ, അങ്ങനെ ഒരു പടച്ചോനല്ല നമുക്കുള്ളത്. നമ്മുടെ എല്ലാം കഴിഞ്ഞു, ഇനി എന്താ കാട്ടുക? പടച്ചോൻ അല്ല സഹോദരങ്ങളെ, എല്ലാതിന്റെയും മുമ്പെയുള്ളവനാണ് പടച്ചവൻ. ആദ്യം നമുക്ക് വരേണ്ട വാക്കാണ് അല്ലാ എന്നുള്ളത്. അത് ഇവിടം വെക്കണം. അള്ളാനെ സൂക്ഷിച്ചോ, അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. നിനക്കെവിടെയാണോ റബ്ബിന് വേണ്ടത് അവിടെ പടച്ചവൻ ഉണ്ടാവും. അതാണ് ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കിയേ, ഞാനൊരു അനുഭവം പറഞ്ഞുതരാണ്. ഒരു സൈക്കിൾ റിപ്പയർ ചെയ്യാൻ ഒരു കാരണവര്, വയസ്സന പക്ക പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം 5 പെൺമക്കളാ അദ്ദേഹത്തിന്. അദ്ദേഹത്തോട് വന്നിട്ട് ഒരാൾ പറയാണ്, നിങ്ങൾക്ക് അല്ലെങ്കിലേ ഒരു ക്യാഷ് ഒന്നുമില്ല, എങ്ങനെയാണ് ഈ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക? എന്ന് വെച്ചാൽ മനുഷ്യർ മറ്റവർക്ക് ഉണ്ടാകുന്ന ഒരു ബേജാറുണ്ടല്ലോ, ആ ബേജാറോട് കൂടിയാ ചോദിക്കുന്നത്. അവര് പറഞ്ഞു, എന്നോട് പടച്ചവൻ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് മക്കളെ തന്നത് പടച്ചവനാണ്, അവരെ അള്ളാഹു നോക്കും. എന്നോട് പറഞ്ഞത് അവരെ പഠിപ്പിക്കാനാണ്, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ 5 പെൺമക്കളെയും അതിസുന്ദരമായി നയാ ക്യാഷ് പോലും ചെലവില്ലാതെ വളരെ ഉയർന്ന കുടുംബങ്ങളിലേക്ക് കല്യാണം കഴിച്ചു പോയത്. നമ്മൾ എന്തിനാ പേടിക്കണത്? നമുക്കൊക്കെ 2 പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബേജാറായി, ഇന്നത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ബേജാറായി. അങ്ങനെ ഒരു ബേജാറ് നമുക്ക് വേണ്ട. അതല്ലേ മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞത്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഖൗഫ് ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ആ ഖൗഫിന്റെ അർത്ഥം എന്താ അറിയോ? എന്താണ്? ദുഃഖം, പേടി. പേടി എന്ന് പറയുന്നത് വരാനിരിക്കുന്നതിനെ കുറിച്ചാണ്. ദുഃഖം എന്ന് പറഞ്ഞു പോയ എന്നാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചാ. കഴിഞ്ഞതിനെ കുറിച്ച് ഒരു ബേജാറും ഉണ്ടാവില്ല, വരാനിരിക്കുന്നതിനെ കുറിച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. അതാണ് മുഅ്മിനുകൾ. അങ്ങനെ ഒരു മുഅ്മിനാകാൻ നമുക്ക് കഴിയണം. കാരണം ഒരു കോൺഫിഡൻസ് വേണം. നമ്മൾ കാണാത്ത വിധത്തിൽ അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന 1ാമത്തെ പാഠം. 2ാമതൊരു പാഠമുണ്ട് സഹോദരങ്ങളെ. ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക്കല്ല. എന്നിട്ട് പറഞ്ഞെന്താണ്? ശാകിറൻ ലിഅൻഉമിഹി. അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവോട് ശുക്ർ ചെയ്യുന്നവനാണ്. ഞാൻ പലപ്പോഴും ഈ ചരിത്രങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. എല്ലാ നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യുന്നവനാണ്. ഒന്ന് അനങ്ങിയിരുന്നിട്ട് എന്റെ കൂടെ സഹോദരങ്ങൾ നിങ്ങൾ വരണം. നമ്മൾ ജീവിതത്തിൽ എണ്ണുന്ന ഇന്ന് കാണുന്ന ഏത് അനുഗ്രഹങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? എന്തനുഗ്രഹങ്ങളാ? ഒരു കുട്ടിനെ കിട്ടി, അത് എപ്പോഴാണെന്നറിയോ? വയസ്സങ്ങോട്ടെത്തിയിട്ട്. ഞമ്മക്ക് കുട്ടിനെ കിട്ടിയ പ്രായം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ സഹോദരങ്ങളെ. അവിടുന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. KL 7CH 376 എന്ന് പറയുന്ന വാഹനം പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കണം. അതാണ് അവിടെ നിന്നിട്ടൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ആരുടെ വാഹനമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ എന്ത് നിഅമത്താണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മൾ എണ്ണുന്നതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ നമ്മളെല്ലോ ഇബ്രാഹിമി സ്വലാത്തിലും
എല്ലാ നിസ്കാരങ്ങളും ഇവിടം വരെ ഞാൻ ചൊല്ലി. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, അള്ളാന്റെ റസൂലിന് സ്വലാത്ത് കൊടുക്കണം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് കൊടുത്തതുപോലെ ഇവിടേക്ക് ബർക്കത്തിനെ കൊടുക്കണം, അവർക്ക് കൊടുത്തതുപോലെ. നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മക്കളെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. ചെറിയ മക്കള് ഇരുന്ന് സംസാരിക്കാൻ, ചാരി ഇരിക്കാൻ അനുമതിയുള്ള ആളുകളോട് ഞാൻ ചാരി ഇരിക്കേണ്ടെന്ന് പറയുന്നില്ല, ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആരോഗ്യസ്ഥിതി അതാണ്. പക്ഷെ ചെറിയ മക്കളൊക്കെ ചാരി ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ദുഃഖകരമായ സംഗതികളല്ലേ. സംസാരിക്കാനാണെങ്കിൽ മക്കൾ പുറത്തിരിക്കുക. ഞാൻ പലവട്ടം ഇങ്ങനെ കാണിച്ചു, അത് ദുഃഖകരമാണ്. അങ്ങനത്തെ ഒരു വാക്ക് എൻ്റെ ഒരു ശൈലിയല്ല, പക്ഷെ അത് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ദുഃഖകരമാണ്. അങ്ങനത്തെ മക്കള് കുറച്ചും കൂടിയാണ് മാറിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ജുമാ ബാത്തിലായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യില് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിഅമത്തുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ തന്നിട്ട് ഒരു കടലാസും പേനയും തന്നിട്ട് പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങൾ നിങ്ങളൊരു പേജിന്റെ പുറത്ത് എഴുതുക, മറു പേജില് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ എഴുതുക. എത്ര സങ്കടങ്ങൾ എഴുതാനുണ്ടാകും നമുക്ക്? സന്തോഷങ്ങൾ എഴുതിയാൽ തീരും സഹോദരങ്ങളെ, സങ്കടങ്ങൾ എഴുതിയാൽ തീരും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ ജീവിതത്തിൽ ഉണ്ടായ സങ്കടങ്ങളിൽ നിന്നല്ലേ ഇന്നീ കാണുന്ന കരുത്തുള്ള നമ്മൾ ഉണ്ടായത്. അങ്ങനെ ആവൂലേ? സന്തോഷത്തിൽ നമ്മൾ എന്തേലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സങ്കടങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് സങ്കടവും സന്തോഷവും എടുത്തു നോക്കുക. അള്ളാഹ് നമ്മളോട് പറഞ്ഞതറിയോ? വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നാം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അള്ളാഹുവിന്റെ നിഅമത്ത് എണ്ണിയാൽ തീരൂല. ഈ നിഅമത്ത് എന്ന് പറയുമ്പോൾ ഓരോന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ജീവിതത്തിൽ നിഅമത്തും ഉണ്ട്, ഫളിലും ഉണ്ട്. ഒരു മിനിറ്റിന്റെ കൂടെ വരണം. നിഅമത്ത് എന്ന് പറഞ്ഞാലും അനുഗ്രഹം, ഫളില് എന്ന് പറഞ്ഞാലും അനുഗ്രഹം. അവിടെ രണ്ടും ഭാഷാപരമായി വ്യത്യാസമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യം വേണ്ടതെന്തോ അതെല്ലാം നിഅമത്ത്. അതിന്റെ മുകളിൽ കിട്ടിയതൊക്കെ ഫളിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറയണ്ട, ഹാദാ മിൻ ഫളിലി റബ്ബി. നമ്മൾ വാതിലും നമ്മുടെ വാഹനത്തിലൊക്കെ എഴുതി വെക്കും അത്, അല്ലേ? ഇതെന്റെ റബ്ബ് തന്ന ഫളിലാണ്. ജീവൻ നിലനിൽക്കാൻ ആവശ്യം വേണ്ടത് നിഅമത്ത്, മുകളിൽ വരുന്നത് ഫളില്. ഞാൻ എണ്ണട്ടെ, കയ്യ് നിഅമത്താ ഫളില, കാല് നിഅമത്താ ഫളില, കണ്ണ് ഓരോന്നും എടുത്തു നോക്ക്. കാണാൻ കഴിയുക, കേൾക്കാൻ കഴിയുക, പറയാൻ കഴിയുക, നടക്കാൻ കഴിയുക, ഈ ശേഷികളൊക്കെ എത്ര കോടി കിട്ടിയാലും നമ്മൾ വിൽക്കുവോ? ഒരു സംഗതി ആലോചിച്ച് നോക്കി. ഞങ്ങൾക്ക് ഇത്ര കോടി തരാം, നിങ്ങൾ നടക്കാനുള്ള ആ കഴിവിനെ എനിക്ക് തരുമോന്ന് ചോദിച്ചാൽ, ഞാൻ അടുത്ത ദിവസം ഒരാളെ കണ്ട്, നമ്മൾ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്, പാലക്കാട് ടൗണില്. അദ്ദേഹം ഒരു സ്വല കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാം, എനിക്കാണെങ്കിൽ കുറച്ച് ധൃതിയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കണം മൗലവി എന്ന് പറഞ്ഞു. വളരെ ആരോഗ്യവാനായിരുന്നു. കാലിനെന്തോ ഒരു ശേഷിക്കുറവ് വന്നിട്ട് അത് കാല് ഇങ്ങനെ ചെരുപ്പിനകത്തേക്ക് കാലിടാൻ കഴിയുന്നില്ല. അദ്ദേഹം നിർവികാരനായിട്ടാണ് നോക്കുന്നത്. ഒരു സെക്കൻഡ് പോരെ. എന്റെ കൂടെ നീണ്ട കാലം ജോലി ചെയ്തിരുന്ന, രണ്ട് കണ്ണും കാണാത്തൊരു മാഷുണ്ടായിരുന്നു. മുസ്ലിം അല്ല. അയാൾ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ 4-5 ആണുങ്ങൾ മാത്രമാണ് സ്ഥാപനത്തിലുള്ളത്, ബാക്കിയൊക്കെ ലേഡി സ്റ്റാഫാണ്. അവർ പറഞ്ഞു, സാറേ നിങ്ങളൊന്ന് എന്റെ കൂടെ വരികയാണെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് എടുക്കായിരുന്നു. മണ്ണാർക്കാട് ടൗണിലാണ്, അടുത്താണ്. അപ്പോ ആ ടൗണിലെ ഒരു ജോലിക്കടയിലേക്ക്, ഒരു തുണി ഷോപ്പിലേക്ക് ഇയാളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറുമ്പോൾ ഞാനാ പിടിച്ചിരുന്നത്. അയാൾ എന്നോട് പറഞ്ഞു, വളരെ രസികനാണ് കേട്ടോ, അപാര കഴിവാ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എന്ത് കളറ് വേണമെന്ന് നിങ്ങൾ അവിടെ വെച്ച് ചോദിക്കരുത്, എനിക്ക് ഏതാ യോജിക്കാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സെലക്ട് ചെയ്താൽ മതി എന്ന്. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, സാറേ നിങ്ങൾക്ക് പിന്നെ കളറുകൾ ഇഷ്ടല്ലേ എന്ന് വെച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, കളറുകളെല്ലാം നിങ്ങൾക്കല്ലേ, എന്റെ കണ്ണിൽ ഒരൊറ്റ കളറല്ലേ ഉള്ളൂ. ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കിയത്, കണ്ണിന് കാഴ്ചയില്ലാത്ത നമ്മളെ കുറിച്ച് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സംസാരശേഷി, ഞാനത് നീട്ടി പറയാൻ നമുക്ക് സമയമല്ല. നൂറ ജലീല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ഇന്നറിയപ്പെടുന്ന
നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും നല്ലൊരു മോട്ടിവേറ്റർ ആണ് അവര്. ചെറിയ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, 2 കൈയും 2 കാലും ഇത്രേ ഉള്ളൂ, കാണാൻ നല്ല സുന്ദരി, നല്ല സ്പീച്ചാ. നിങ്ങളുടെ കയ്യിൽ 12 ലക്ഷം രൂപ തന്നെ കാറ് വേണോ കാല് വേണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കാറ് വേണമെന്നായിരിക്കും പറയാ. ഞാൻ കാറ് വേണമെന്നല്ല പറയാ, ഞാൻ കാല് വേണോന്നാ പറയാ. ഈ കാലിന്റെ വില എന്താണെന്നുള്ളത് എനിക്കറിയാവുന്ന. പ്രിയമുള്ളവരെ, ഏത് അനുഗ്രഹമാണ് നമുക്ക് കിട്ടാത്തത്? സംസാരശേഷിക്ക് എന്തെങ്കിലും ഒരു ഇടർച്ച വന്നാൽ പ്രിയപ്പെട്ടവർ അടുത്തു വന്നിരുന്നു കൊണ്ട് ചോദിക്കും. സംസാരിക്കാൻ തിരിച്ചു കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ മറുപടി കൊടുക്കുക ആരാന്നറിയാമോ? ആരാ മറുപടി കൊടുക്കുക? നമ്മുടെ കണ്ണാണ്, കണ്ണുനീരാണ് നമ്മൾ മറുപടി കൊടുക്കുക. സഹോദരങ്ങളെ, എത്ര അനുഗ്രഹങ്ങൾ! നമ്മുടെ ചെറുപ്പവും നമ്മുടെ ഇപ്പോഴത്തെ കാലവും നമ്മൾ എടുത്തു വെക്കുക. ഒരു 10-90 കാലഘട്ടങ്ങളിൽ, ഒരു 80, 85, 90 എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ പ്രായമുണ്ട്, ഈ പ്രായം അറിയാലോ. മുൻ തലമുറ എന്നൊന്നും പറയണ്ട, നമ്മൾ ജീവിച്ച 2 പീരീഡ് എടുത്തു വെക്കുക. 80കളിൽ 90കളിൽ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആ കല്യാണത്തിന്റെ മെനു എന്തായിരിക്കും? ആ കല്യാണ പന്തൽ പഴയ വീട്ടിലത്തെ സാരി വെച്ചിട്ട് മറച്ചിട്ടായിരിക്കുക. ഇന്ന് നമ്മൾ കല്യാണം നടത്തുന്നതിന്റെ മെനുവും 2 പാടും ആലോചിച്ച് നോക്കുക. എന്നാൽ അന്നത്തെ നിസ്കാരം തന്നെയാണോ ഇന്നും നമുക്കുള്ളു? അന്ന് ഞാൻ 5 വക്ത് എനിക്ക് സമയം കിട്ടിയാൽ നിസ്കരിക്കും. സുന്നത്തൊന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ നോക്കലില്ല. അതേ ഞാനാണോ ഒരു 35-40 കൊല്ലങ്ങൾക്ക് ശേഷമുള്ളത് എന്നുള്ളത് ഒന്ന് ശരിക്കൊന്ന് എടുത്ത് ആലോചിച്ച് നോക്കുക. നമ്മൾക്ക് ഒരു ഹംദിന്റെ മയം ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ നീട്ടുകയല്ല, ഒരു ഹംദിന്റെ മയം. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. ആ വാക്ക് ആരാ ആദ്യം പറഞ്ഞറിയോ? ആദം അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ്. എപ്പോ? ജന്മം നൽകി, സിദ്ധിപ്പ് കൊടുത്തിട്ട്, ജീവൻ കൊടുത്തിട്ട്. ആ ഊതിന്നാണല്ലോ പറഞ്ഞത്, റൂഹിനെ. അത് കണ്ണിലും മൂക്കിലൊക്കെ ഇങ്ങോട്ട് വന്ന ഉടനെ അദ്ദേഹം ഫസ്റ്റ് ജീവന്റെ അടയാളം തുമ്മല. ഒന്ന് അങ്ങോട്ട് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ്. എന്ത് കിട്ടിയാലും ഈ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട ഒരു സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ നോക്കുക. ഭക്ഷണം തിന്നുന്ന നേരത്തല്ലല്ലോ, അപ്പൊ ബിസ്മില്ലാഹ് എന്നേ പറയണ്ടുള്ളൂ. അൽഹംദുലില്ലാഹ് അത് തിന്നു കഴിഞ്ഞിട്ടാ പറയേണ്ടത്. വസ്ത്രം ഇങ്ങനെ ഉടുക്കുമ്പോ, ഉടുക്കുന്ന സമയത്ത്, അതാണ് നമ്മുടെ സൗന്ദര്യം. അപ്പോഴാണ് അൽഹംദുലില്ലാഹ്. ഓരോന്ന് നിങ്ങൾ നോക്കുക. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഡ്രസ്സ് കൊണ്ട് 1 കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ചെന്ന് നോക്കിയപ്പോ 3 ഷർട്ടുകളുണ്ട്. അൽഹംദുലില്ലാഹ്. 2 കാലവും തമ്മിൽ ഒന്ന് തുലനം ചെയ്ത് നോക്ക്. ജീവിതത്തിൽ എവിടെ മാറ്റങ്ങൾ? ഇതൊരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ വാക്കല്ല സഹോദരങ്ങളെ, പ്രസംഗത്തിന് വേണ്ടി പറഞ്ഞതല്ല, അല്ലെ? ഓരോന്നും എടുത്തു നോക്കാം. നമുക്ക് ദുനിയാവല്ല ആഖിറം കൂടി നമ്മൾ ബന്ധിപ്പിക്കണം. അങ്ങനത്തെ ഒരു പോക്ക് നമുക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രിയിൽ ഇറങ്ങാം. രാത്രിയിൽ ഇശക്ക് ശേഷം, ഇശ കഴിഞ്ഞ റസൂലിനെ കിടക്കല. പക്ഷേ ഇശായിന് ശേഷം ഇറങ്ങുന്ന വീട്ടിൽ നിന്ന്, കാരണം വിശപ്പാണ്. ഇറങ്ങിയൊക്കെ 2 മാമനാരുമാരുണ്ട്, ഒന്ന് അബൂബക്കറും ഒന്ന് ഉമറും റളിയല്ലാഹു അൻഹുമാ. എവിടുക്ക റസൂലേ? ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പോയി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ആദ്യം വന്നപ്പോ ഭക്ഷണം കൊടുത്തൊരു വീടുണ്ട്, അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ. അത്യാവശ്യമൊക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു വീട്ടുകാരനാണ്. അവിടെ ചെന്നപ്പോ സന്തോഷത്തോടു കൂടി 3 പേരെ സ്വീകരിച്ച് അവർക്ക് വെള്ളം കൊടുത്ത് ഈന്തപ്പന തോട്ടത്തിൽ ചെന്ന് പഴുത്തതും നല്ല മുഴുത്തു വരുന്നതുമായ 2 കൊല പഴം കൊണ്ടുവന്ന് വെച്ച് അവരെ ഊട്ടിയിട്ട് അല്പം മാംസം കൊണ്ട് കറി ഉണ്ടാക്കി, പത്തിരി ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഹുബ്സ് ഉണ്ടാക്കിയിട്ട്. റസൂലുള്ളാഹ്, ചുരുക്കിയാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപാടെ കണ്ണിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതൊന്ന് 2 എണ്ണം എടുത്തിട്ട് എന്റെ മോള് ഫാത്തിമാക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഫാത്തിമ ഇങ്ങനത്തെ തിന്നിട്ട് കുറെ ദിവസമായി എന്നാണ്. സഹോദരങ്ങളെ, നമ്മളും എവിടുന്നെങ്കിലും എന്തേലുമൊക്കെ കിട്ടിയാൽ നമ്മുടെ പേരമക്കൾക്കൊക്കെ നമ്മുടെ പാന്റിന്റെ പോക്കറ്റിൽ നമ്മളൊന്ന് കരുതി വെക്കും. 2 എണ്ണം കൊടുക്കാമോന്നാ. ആ സ്ഥാനത്ത് സഹാബികൾ സ്വപ്നം കണ്ട സ്വർഗീയ ആരാമത്തിലുള്ള ജീവിതത്തിലല്ലേ നമ്മൾ ഇന്നുള്ളത്? സഹാബത്തൊക്കെ സ്വപ്നം കണ്ട ഒരു സ്വർഗീയ സുഖമുണ്ടല്ലോ, ആ സുഖത്തിലായിരിക്കും നമ്മൾ ഇന്നുണ്ടാവുക. ശീതീകരിച്ച പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. മറ്റൊരു ഇരുന്നത് എന്തറിയാം? ഒരു എല്ലാ രംഗവും ഒന്ന് ചേർത്തി വായിക്കുക, സമയമില്ല. പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം.
മലയാളികളായ നമുക്കൊക്കെ ഒരു സ്വഭാവം എന്തറിയോ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ എപ്പോഴാ പറയാന്ന് ചോദിച്ചാൽ, എനിക്കൊന്നിട്ട് ഗൾഫിലുള്ള ആളുകളോട് ചെന്നിട്ട് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ സൈന്ന് പറയും. മലയാളത്തിൽ ചോദിച്ചു നോക്കി എന്തപ്പോ അവസ്ഥ എന്ന് ചോദിച്ചാൽ എന്താ അവസ്ഥയൊന്നും പറയാനില്ല, ബിസിനസ് മോശമാണ്, മറ്റേത് മോശമാണ്, ആകപ്പാടെ എന്ന് പറയും. അപ്പുറത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്താ നമുക്ക് തിരിയാഞ്ഞിട്ടാണോ? അള്ളാഹു ആലം. നമ്മളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. എത്ര ശുക്ർ ചെയ്താലും തീരൂല. കഴിഞ്ഞ മാസത്തിൽ സഹോദരങ്ങളെ ഒരു സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഈ ഭിന്നശേഷിക്കാരായ ബുദ്ധിമാന്ദ്യം സംഭവിച്ച മക്കളുടെ രക്ഷിതാക്കളുടെ യോഗത്തിലാ. ഞാനതിങ്ങനെ ഓർത്തപ്പോ എപ്പോ ആലോചിച്ചാലും കരഞ്ഞു പോകും, കണ്ണിൽ വെള്ളം നിറയും. ഒരു ഉമ്മ വന്നിട്ട് സങ്കടത്തോടു കൂടി പറഞ്ഞെന്നറിയോ, സമയമില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ ഈ മക്കള് അധികം ഭക്ഷണം കഴിക്കും. ഈ മക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഭക്ഷണം വല്ലാതെ ചെയ്യുമ്പോ പെൺകുട്ടികളാകുമ്പോ വളരെ പെട്ടെന്ന് തന്നെ അവർ മെച്ചൂടാവും, മാംസളത വരും. അവർക്ക് ബുദ്ധിക്കേ കുറവുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും കുറവില്ലല്ലോ. ആൺകുട്ടികൾ അങ്ങനെയല്ല. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സമയം വന്നാൽ കുറച്ച് മാറി നിൽക്കുന്ന അതിഭയങ്കരമായ വികാരമാണ് അത്ര സഹോദരങ്ങളെ ഈ മക്കൾക്ക് ഉണ്ടാവുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് അത് ആരോട് പ്രകടിപ്പിക്കണമെന്നറിയില്ല. ഇത് പിടിച്ചു നിർത്താൻ ഈ കുട്ടിക്ക് കഴിയില്ല. ഉമ്മ വന്ന് സങ്കടത്തോടു കൂടി പറയാ, ഡോക്ടറെ ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നറിയാം, പക്ഷെ ഇത് ചെന്നാൽ എന്റെ കുട്ടി തളർന്നുറങ്ങും, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ ഒന്ന് ഉറക്കി കിടത്തി തരണമേ, അതല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സങ്കടപ്പെട്ടു പോകുന്ന രംഗമാണ്. നമ്മുടെ മക്കള് ഒരു IAS ഉദ്യോഗസ്ഥനും ഒരു IPS സ്റ്റാഫൊന്നും ആയില്ലെങ്കിലും അൽഹംദുലില്ലാ യാതൊരു കേടുമില്ലാതെ അള്ളാഹു നമ്മുടെ മുമ്പിൽ തന്നില്ലേ. ആ മക്കളെ കണ്ടിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് തോന്നേണ്ട സഹോദരങ്ങളെ. ശാക്കിറൽ ലിഅൻഅമിഹി, നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനാണ് നമ്മൾ. ശുക്രായോ? ഒന്നിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് സഹോദരങ്ങളെ ഇതാണ്, ഏത് ഒരു ഹസ്ബി അല്ലാഹ് വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ നമ്മൾ പറയണം. കൂടെ അള്ളാഹുവോട് കിട്ടിയതിനൊക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒക്കെ ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാ. ശുക്രിന്റെ ഒന്നാമത്തെ അടയാളമാണ് ആ വാക്ക്. അങ്ങനെയുള്ള ഒരു നന്ദിയുള്ള ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ തുണക്കുമാറാവണം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ മദ്രസ അഡ്മിഷൻ, നാളെ മദ്രസ തുടങ്ങാൻ 1-ാം തീയതി. അതുകൊണ്ട് അഡ്മിഷൻ ആ പ്രായത്തിയതൊക്കെ രക്ഷിതാക്കളുണ്ടോ മക്കളെ ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിന്റെ സമയമാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ ഉള്ളൊരു സമയമാണ്. മഴക്കെടുതികൾ അല്പമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് ടൈറ്റുള്ള ഈ സമയങ്ങളിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ, കഷ്ടപ്പെടുന്ന ഏതെങ്കിലും നിലക്ക് മഴക്കെടുതികൾ കൊണ്ടോ മറ്റോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അത്തരം സഹോദരങ്ങളെ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് നമ്മുടെ കമ്മിറ്റി മെമ്പർമാരോട് നിങ്ങൾ ആ വിവരങ്ങൾ പറയണം. നമ്മെ സഹായിക്കാൻ നമ്മളെല്ലാരും കൂടെയുണ്ട്. ഇങ്ങനെ നമ്മൾ ഒറ്റക്കല്ല, നമ്മളെല്ലാരും കൂടെയുണ്ട് എന്നൊരു വികാരം നമുക്കുണ്ടാവണം. ഉളുഹിയ്യത്ത് 2 രൂപത്തിൽ നമ്മൾ ഷെയർ കണക്കാക്കിയിട്ടുള്ളത്. ഒരു അല്പം വലിയ ഉരുവാണെങ്കിൽ 11,000 രൂപയും അല്ലാത്തതിന് 10,000 രൂപയുമാണ്. അതും സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. കഴിവുണ്ടായിട്ട് ഈ കുർബാന ഉലഹിയ്യത്ത് അറുക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് ഫലാ യഖറബന്ന മുസല്ലാന, നിസ്കരിക്കുന്നിടത്തേക്ക് വരരുത്. നിസ്കരിക്കുന്നിടത്തേക്ക് ഋതുമതികളായ പീരിയഡിലുള്ള പെണ്ണുങ്ങൾ വരെ വരേണ്ട സ്ഥലമാണത്. അവിടേക്ക് പോലും നിങ്ങൾ വരരുത് എന്ന് അത്ര കർശനായിട്ടാണ് അത് പറഞ്ഞത്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഞാൻ നേരത്തെ പറഞ്ഞെന്തറിയോ, അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെയാണ് ജീവിച്ച് കയറിയത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് എല്ലാവരും തേടണം. അല്ലാഹുമ്മ, ഞാൻ പറയുന്ന പ്രാർത്ഥന ഒന്ന് കൂടെ പറയണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖൻ ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി. അല്ലാഹുവേ, എല്ലാ നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് തരണം.
വതർക്കൽ മുൻകറാത്തി, വെറുക്കപ്പെട്ട എല്ലാ സംഗതികളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖും തരണം. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖൻ ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത്. അല്ലാഹുവാണ് തൗഫീഖ് തരേണ്ടവൻ. ഒന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിയ വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നവനെ മറക്കാതെ സംതൃപ്തിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. നാട്ടിൽ പല സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊന്നും നമ്മൾ അങ്ങനെ ബേജാറാകണ്ട. ഈമാന് തെറ്റാതെ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്കും അവനെല്ലാ പാപങ്ങളും വിട്ടു പുറത്തു മാപ്പേകി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തന്ന് രണ്ട് ലോകത്തും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. എല്ലാത്തരം കഷ്ടപ്പാടുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, കെടുതികളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വരാനിരിക്കുന്ന നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രാജ്യത്തിന്റെ ഭാവി ഏറ്റവും അനുയോജ്യമായ നല്ലവരുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചവനെ കണ്ടുമുട്ടാൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്. റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.